എൻ വിജയൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് KPCC ഉപസമിതി റിപ്പോർട്ട്, അതിൻ്റെ വിശദാംശങ്ങൾ, പ്രതികളായ നേതാക്കളെ ചേർത്ത് നിർത്തുന്ന ഉപസമിതി റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ വന്നു. അതുപോലെ തന്നെ ആ കേസിൽ തന്നെ ഒന്നാം പ്രതിയായിട്ടുള്ള IC ബാലകൃഷ്ണനെ ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു എന്ന പ്രധാനപ്പെട്ട വിവരം അല്പം മുമ്പ് പ്രേക്ഷകരിലേക്ക് കൈരളി ന്യൂസ് എത്തിക്കുകയുണ്ടായി. അത് വന്ന അതേ സമയത്താണ്, അതായത് IC ബാലകൃഷ്ണൻ MLA പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോഴാണ് KPCC ഉപസമിതി IC ബാലകൃഷ്ണൻ അടക്കമുള്ള ഈ കേസിലെ പ്രതികളായിട്ടുള്ള കോൺഗ്രസ് നേതാക്കളെ കുറ്റവിമുക്തരാക്കി പാർട്ടി പിന്തുണ നൽകി അവരെ ചേർത്തു പിടിച്ച് അവരാരും ഏതെങ്കിലും തരത്തിൽ കുഴപ്പക്കാരല്ല, ഏതെങ്കിലും തരത്തിൽ കുറ്റം ചെയ്തതായി കാണുന്നില്ല. എന്നാൽ അതേസമയം ആ കുടുംബത്തിൻ്റെയും മറ്റും പരാതി ന്യായമാണ് എന്ന് KPCC സമിതി പറയുകയും ചെയ്യുന്നു. ഈ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഇപ്പോൾ അനൂപ് ചേരുകയാണ്. അനൂപ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പ്രശ്നത്തിൽ NM വിജയൻ്റെ ആത്മഹത്യ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകന് വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ ശേഷമാണ് ആത്മഹത്യ ചെയ്തത്. ആ വിഷയത്തിലാണ് ആദ്യം മുതൽ അതിനെ ആകെ നിരാകരിച്ചുകൊണ്ടും രാഷ്ട്രീയ വിശദീകരണ യോഗമൊക്കെ നടത്തി IC ബാലകൃഷ്ണനെ വെള്ളപൂശി പിന്തുണച്ച് മുന്നോട്ട് പോയ കോൺഗ്രസ് നേതൃത്വം നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ആ KPCC സമിതിയുടെ റിപ്പോർട്ടും IC ബാലകൃഷ്ണൻ അടക്കം അനുകൂലവുമാണ്. പാർട്ടി പിന്തുണ IC ബാലകൃഷ്ണനൊപ്പമാണ്. ആ അർത്ഥത്തിൽ NM വിജയനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും പാർട്ടി തള്ളിപ്പറയുക കൂടിയാണ് ചെയ്യുന്നത്. അതേ സമയത്താണ്, അതേ അവസരത്തിലാണ് ഇപ്പോൾ IC ബാലകൃഷ്ണൻ അറസ്റ്റിലായിരിക്കുന്നത്, അല്ലേ? IC ബാലകൃഷ്ണന്റെ അറസ്റ്റ് അല്പസമയം മുൻപ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ ഇന്ന് രാവിലെ 11 മണിക്കാണ് ചോദ്യം ചെയ്യലിനായി കൽപ്പറ്റ പുത്തൂർവയലിലെ ജില്ലാ ഹെഡ്ക്വാർട്ടർ പോലീസ് ക്യാമ്പിലേക്ക് എത്തിച്ചത്. അവിടെയാണ് തുടർച്ചയായി ഈ വിധമുള്ള ചോദ്യം ചെയ്യൽ നടന്നത്. കഴിഞ്ഞ 2 ദിവസവും പിന്നീട് അതിന്റെ തുടർച്ചയായി ഇന്നും. ഏതായാലും അദ്ദേഹത്തിന് ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അറസ്റ്റ് പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നു. മുൻകൂർ ജാമ്യം നേരത്തെ നിലനിൽക്കുന്നതിനാൽ കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചൊരു സാഹചര്യത്തിൽ അത് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും NM വിജയന്റെ ആത്മഹത്യാ പ്രേരണ കേസിൽ 3 പ്രതികളുടെയും അറസ്റ്റ് ഇതിനകം പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം, ഏറെ പ്രധാനപ്പെട്ട ഒരു വിവരം അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും നേരത്തെ ND അപ്പച്ചന്റെയും പിന്നീട് KK ഗോപിനാഥിന്റെയും, ND അപ്പച്ചൻ DCC പ്രസിഡന്റാണ്, DCC പ്രസിഡന്റിന്റെയും പിന്നീട് KK ഗോപിനാഥിന്റെയും അറസ്റ്റ് സമാനമായ വിധത്തിൽ നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. അവരെല്ലാം 3 ദിവസം തുടർച്ചയായി ചോദ്യം ചെയ്തതിനു ശേഷമാണ് അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. KK ഗോപിനാഥിൽ നിന്ന് ലഭിച്ച നിർണായകമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ IC ബാലകൃഷ്ണൻ നിന്ന് പ്രധാനപ്പെട്ട വിവരങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു ഇന്ന് പോലീസ് പ്രധാനമായും ചെയ്തത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ശുപാർശ കത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. നേരത്തെ ബാങ്ക് ചെയർമാനായിരുന്ന ഡോക്ടർ സണ്ണി ജോർജിൽ നിന്ന് ലഭിച്ച ചില വിവരങ്ങൾ, അതോടൊപ്പമുള്ള ഈ ശുപാർശ കത്ത്, അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കൂടി വിശദാംശങ്ങൾ ഇന്ന് അന്വേഷണ സംഘം IC ബാലകൃഷ്ണൻ നിന്ന് ചോദിച്ചറിഞ്ഞു. ഏതായാലും കേസിനാസ്പദമായിട്ടുള്ള സംഭവങ്ങളിൽ ഒരു വിശദമായ ഒരു വിവരങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ അല്പസമയം മുൻപ് നമ്മോട് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ കേസിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഈ 3 പ്രതികളെയും ചോദ്യം ചെയ്തതിനു ശേഷം അന്വേഷണ സംഘം കടക്കുകയാണ്. അതിലേറെ പ്രധാനപ്പെട്ടത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചില നിർണായകമായ വെളിപ്പെടുത്തലുകൾ നടത്തിയവരുടെ മൊഴികൾ ശേഖരിക്കും, അവരിൽ നിന്ന് ലഭ്യമായ രേഖകൾ ശേഖരിക്കും, അവരുടെ ഈ പണമിടപാടുകളുമായി ബന്ധപ്പെട്ട് IC ബാലകൃഷ്ണനെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന വിവിധ ഘടകങ്ങൾ സംബന്ധിച്ചുള്ള പരിശോധനകൾ. ഇതിൽ അനൂപ്, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ ഇപ്പോൾ 3 പ്രതികളെയും വെവ്വേറെയാണ് ചോദ്യം ചെയ്തിട്ടുള്ളത്. അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇവരിൽ നിന്ന് ഈ വീടുകളിലും മറ്റും നടത്തിയ പരിശോധനയിലൂടെ പ്രതികളുടെ വീടുകളിൽ നിന്ന് കണ്ടെത്തിയ രേഖകളുണ്ട്. ഇതെല്ലാം വെച്ച് വിശകലനം ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ഈ അന്വേഷണത്തിൻ്റെ അടുത്തൊരു ഘട്ടത്തിൽ ഈ പ്രതികളെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാം. കാരണം പരസ്പര വിരുദ്ധമായ മൊഴികൾ സ്വാഭാവികമായും ഇവരിൽ നിന്ന് വന്നിട്ടുണ്ടാകും. കഴിഞ്ഞ ദിവസം അനൂപ് സൂചിപ്പിച്ചതുപോലെ ഗോപിനാഥൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നേതാക്കളുടെ സാമ്പത്തിക സ്ഥിതി പരിശോധിച്ചാൽ, ജനപ്രതിനിധികളായ നേതാക്കളുടെ സാമ്പത്തികാവസ്ഥ പരിശോധിച്ചാൽ എല്ലാം മനസ്സിലാകും. എന്ന് വെച്ചാൽ ഈ പിരിച്ച പണം എവിടേക്ക് പോയി എന്നതിനെ സംബന്ധിച്ച് അന്വേഷണ സംഘത്തിന് പുറത്ത് നമ്മളോടായി പറഞ്ഞതാണ്. അനൂപിനോട് സംസാരിച്ചപ്പോഴാണ് ഗോപിനാഥൻ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തിയത്. സ്വാഭാവികമായും അതൊരു ചോദ്യം ചെയ്യലിൽ ഏതൊക്കെ തരത്തിലേക്ക് അതിൻ്റെ വെളിപ്പെടുത്തലുകൾ, വിശദാംശങ്ങൾ ഒരു പ്രതി മറ്റു പ്രതികളെ സംബന്ധിച്ച് നൽകിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ചുള്ള വലിയൊരു ധാരണ ആളുകളിൽ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ അന്വേഷണ ഘട്ടത്തിൻ്റെ ചോദ്യം ചെയ്യലിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് ഇതിനെ ആകെ വിശകലനം ചെയ്തുകൊണ്ട് ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകൾ പരിശോധിച്ച് ഇവർ തന്ന മൊഴിയിലെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ, ഒത്തുപോകാത്തവ, ഇതെല്ലാം അന്വേഷണ സംഘം വിലയിരുത്തിയിട്ടാവും അടുത്തൊരു ഘട്ടത്തിലേക്ക് പോവുക. അവിടെ വേണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ പ്രതികളെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായേക്കാം. പല കേസുകളിലും നമ്മളത് കണ്ടിട്ടുള്ളതാണ്.
അതെ, ഈ പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യലാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട 3 പ്രതികളെയും ചെയ്തത്. അതൊരു പ്രാഥമികമായ പ്രാരംഭഘട്ടത്തിലുള്ള അന്വേഷണത്തിൻ്റെ ആദ്യപടിയാണ്. ആദ്യമായി ഈ ആത്മഹത്യാക്കുറിപ്പിൽ പ്രധാനമായും പേരുകൾ പരാമർശിച്ചിട്ടുള്ള തൻ്റെ ആത്മഹത്യയ്ക്ക് കാരണമായി NM വിജയൻ, തൻ്റെ ആത്മഹത്യക്ക് ഉത്തരവാദികളായി NM വിജയൻ എഴുതി ചേർത്ത പേരുകാരെ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യുക എന്നുള്ളത് ഈ കേസിൻ്റെ ഏറ്റവും അനിവാര്യമായൊരു സാഹചര്യമാണ്, സന്ദർഭമാണ്. അത് പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് മാത്രമാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ അല്പസമയം മുമ്പ് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ KK അബ്ദുൽ ഷരീഫ് നമ്മോട് പറഞ്ഞത് ഈ കേസിൻ്റെ പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. ഇനി ഈ മൊഴികൾ വിശകലനം ചെയ്യും, മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ വിശകലനം ചെയ്യും. അതിനുശേഷം നോട്ടീസ് നൽകി വീണ്ടും ആവശ്യമെങ്കിൽ ചോദ്യം ചെയ്യലിന് ഇവരെ വിളിച്ചു വരുത്തും എന്നുള്ളതാണ്. അത് മുൻകൂർ ജാമ്യ വ്യവസ്ഥയിൽ തന്നെ ഈ കേസിൻ്റെ മുന്നോട്ടുള്ള നടപടികളിലെ പൂർണ്ണ സഹകരണം പ്രതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതായാലും ഇന്ന് ഈ ചോദ്യം ചെയ്യൽ ലിമിറ്റഡ് കസ്റ്റഡിയെല്ലാം നടന്നത്. ഏതായാലും വീണ്ടും ചോദ്യം ചെയ്യും എന്ന ഒരു വിവരമാണ് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഏറെ പ്രധാനപ്പെട്ടതായി ഇപ്പോൾ നൽകാനുള്ളത്. ആ വിധത്തിൽ കേസിൻ്റെ തുടർ അന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള അന്വേഷണങ്ങളിൽ ഇനി മുന്നോട്ട് ലഭിക്കുന്ന തെളിവുകളുടെ സാഹചര്യങ്ങളിൽ അനിവാര്യമായൊരു ഘട്ടം ചോദ്യം ചെയ്യലിന് വേണ്ടി ഉണ്ടായെങ്കിൽ ആ വിധം ഉള്ള നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ്. ഏതായാലും IC ബാലകൃഷ്ണൻ്റെ അറസ്റ്റ് ഇതിനകം രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യൽ ലിമിറ്റഡ് കസ്റ്റഡി പൂർത്തിയായിരിക്കുന്നു. അന്വേഷണ സംഘം മറ്റൊരു ഘട്ടത്തിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വളരെ സുപ്രധാനമായ വിവരങ്ങൾ 3 പ്രതികളിൽ നിന്ന് ഇന്ന് ചോദ്യം ചെയ്യൽ അവസാനിച്ച 1-ാം പ്രതി അറസ്റ്റ് രേഖപ്പെടുത്തിയ IC ബാലകൃഷ്ണൻ MLA യിൽ നിന്നടക്കം കേസിനാസ്പദമായ വിവരങ്ങൾ സമാഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ എന്നാണല്ലോ അറിയുന്നത്. നേരത്തെ അനൂപ് സൂചിപ്പിക്കുകയും ചെയ്തല്ലോ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയാണ് അനൂപ്. തീർച്ചയായും കേസിൻ്റെ അല്ലെങ്കിൽ NM വിജയൻ്റെ ഈ ആത്മഹത്യക്ക് കാരണമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, സാമ്പത്തിക ബാധ്യതകൾ, അതാണ് ഈ 3 പ്രതികളിലേക്കും പ്രധാനമായും അന്വേഷണത്തെ എത്തിച്ചത്. അതിനെ സാധൂകരിക്കുന്ന വിവരങ്ങൾ പോലീസിന് ഇതിനകം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വിവരം. അതിൽ പ്രധാനപ്പെട്ട രേഖകൾ കണ്ടെടുത്തത് KK ഗോപിനാഥൻ്റെ വീട്ടിൽ നിന്നാണ്. KK ഗോപിനാഥൻ്റെ വീട് പോലീസ് റെയ്ഡ് ചെയ്യുകയും കേസിനാസ്പദമായ ചില രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. അതുമാത്രമല്ല KK ഗോപിനാഥൻ സ്വമേധയാ ചില രേഖകൾ സമർപ്പിച്ചിട്ടുണ്ട് അന്വേഷണ സംഘത്തിന് മുൻപാകെ എന്നും ഈ ഘട്ടത്തിൽ നാം പറയേണ്ടതുണ്ട്. അദ്ദേഹം ചില രേഖകൾ, അതായത് ഈ പണമിടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള ചില ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉൾപ്പെടെ, അതിൽ പ്രധാനമായും IC ബാലകൃഷ്ണന് പണം നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അത് ഉൾപ്പെടെ നൽകി ഈ അന്വേഷണ ഘട്ടത്തിൽ, ചോദ്യം ചെയ്യലിൻ്റെ ഘട്ടത്തിൽ നൽകി എന്നുള്ള ഒരു വിവരം കൂടിയുണ്ട്. ഏതായാലും KK ഗോപിനാഥിൽ നിന്നും ND അപ്പച്ചനിൽ നിന്നും മുൻപ് മൊഴിയെടുക്കുന്ന സാഹചര്യത്തിലേക്ക്, ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിൽ ലഭിച്ച പ്രധാനപ്പെട്ട തെളിവുകളുടെ അനുബന്ധ രേഖകളുടെ എല്ലാം പശ്ചാത്തലത്തിലാണ് IC ബാലകൃഷ്ണൻ ചോദ്യം ചെയ്യൽ ഇന്നലെ നടന്നത്. അതിന് ചില തുടർ ചോദ്യങ്ങളായിരുന്നു ഇന്ന് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. 10:30 ഇന്ന് അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരായി. 11 മണിയോടുകൂടി തന്നെ ആ പ്രാഥമികമായ ഒരു ഘട്ടം പൂർത്തിയാക്കി അറസ്റ്റ് ഉൾപ്പെടെയുള്ള സാങ്കേതിക നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയായിരുന്നു. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഈ കേസിനാസ്പദമായിട്ടുള്ള പൂർണ്ണ വിശദാംശങ്ങൾ IC ബാലകൃഷ്ണൻ അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ.